Hello friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് MSIട GF63 തിൻ എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ റിവ്യൂ ആയിട്ടാണ്. ഗ്രാഫിക്സ് കാർഡിന്റെ ഷോർട്ടേജ് ഇതുവരെ ഗ്ലോബലി മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡുകളൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. ഉള്ളതെല്ലാം നല്ല രീതിയിൽ പ്രൈസ്ഡ് ആണ്. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ഒതുക്കാൻ പറ്റുന്ന ഗ്രാഫിക്സ് കാർഡുകളൊന്നും ഇപ്പോൾ കറന്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടില്ല. ഉള്ളതെല്ലാം ഒരു 30,000-40,000 രൂപയ്ക്ക് മുകളിലാണ് ഗ്രാഫിക്സ് കാർഡിന് മാത്രം റേറ്റ് വരുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു നല്ല ഗെയിമിംഗ് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്നതാണ്. ഒരു 60,000 രൂപയ്ക്ക് ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് പറ്റിയ ഒരു കിടിലം ലാപ്ടോപ്പാണ് MSIട GF63 തിൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്ന MSIയുടെ ലാപ്ടോപ്പിന്റെ വില വരുന്നത് 57,000 രൂപയാണ്. ഒരു 60,000 ബഡ്ജറ്റിൽ ഒരു നല്ല ഗെയിമിംഗ് ലാപ്ടോപ്പ് നോക്കുന്ന ഒരാൾക്ക് പറ്റിയ ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഈ ലാപ്ടോപ്പിന്റെ രൂപത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. MSIയുടെ ഒരു എലഗന്റ് ഡിസൈൻ ഉള്ള ഒരു ഐക്കോണിക് ലാപ്ടോപ്പ് ആണ് MSI GF63 തിൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് കൊണ്ടാണ് ഈ ഒരു ലാപ്ടോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും മുകളിൽ ഒരു മെറ്റൽ കവറിങ് കൊടുത്തിട്ടുണ്ട്. അത് ലാപ്ടോപ്പിന് ഒരു പ്രീമിയം ഫിനിഷ് നൽകുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോഡി ആയിട്ട് കൂടി നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഈ ഒരു ലാപ്ടോപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ ഈ ലാപ്ടോപ്പിന്റെ ഫോം ഫാക്ടറിലേക്ക് വരുമ്പോൾ വളരെ സ്ലിമ്മും സ്ലീക്കുമായിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. സാധാരണ ഗെയിമിംഗ് ലാപ്ടോപ്പുകളെ പോലെ അത്ര ബൾക്കിയും ഹെവി ഒന്നും അല്ല. ഗെയിമിംഗ് ലാപ്ടോപ്സിന്റെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് MSIയുടെ GF63 തിൻ എന്ന് പറയുന്നത്. ഇത്രയും ലൈറ്റ് വെയിറ്റും സ്ലീക്കും ആയതുകൊണ്ടായിരിക്കണം ഇവർ ഈ പേരിന്റെ കൂടെ തിൻ എന്ന് കൊടുത്തിരിക്കുന്നത്. 1.86 kg മാത്രമേ ഈ ലാപ്ടോപ്പിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. ഇത്തരം ഒരു ഫോം ഫാക്ടറിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ലാപ്ടോപ്പിന്റെ ഒരു ഹൈലി പോർട്ടബിൾ ലാപ്ടോപ്പായിട്ട് കണക്കാക്കാം. അതിനുശേഷം ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഒരു 15.6 ഇഞ്ചിന്റെ IPS ഫുൾ HD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കളർ കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എഡിറ്റേഴ്സിന് പറ്റിയ ഒരു സ്ക്രീനായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ചുകൂടെ കളറിന് ആക്യുറേറ്റ് ആയിരിക്കാം എന്ന് എനിക്കൊരു ഫീൽ ഉണ്ട്. പക്ഷേ ഗെയിമിംഗിലേക്ക് വരുമ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ലൊരു വ്യൂയിങ് ആംഗിളും ഈ ഒരു ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിന്റെ പോർട്ടുകളിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ 3 USB 3.0 പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു USB Type-C പോർട്ടും ഒരു Ethernet പോർട്ടും ഒരു HDMI പോർട്ടും ഡെഡിക്കേറ്റ് മൈക്കും ഡെഡിക്കേറ്റ് ഹെഡ്ഫോൺ ജാക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോർട്ടിന്റെ കാര്യത്തിൽ നമുക്കൊരു ക്ഷാമവും വരുന്നില്ല. അത്യാവശ്യം പോർട്ടുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. Type-C പോർട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി നമുക്ക് ഇതിൽ പോസിബിൾ ആണ്. ഈ ലാപ്ടോപ്പിന്റെ കീ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ i5 9th Gen പ്രൊസസർ ആണ് ലാപ്പിന് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രൊസസർ തന്നെയാണ്. അത്യാവശ്യം നല്ല ഹെവി ലോഡൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ഒരു പ്രൊസസർ തന്നെയാണ്. ദെൻ ഗ്രാഫിക്സ് കാർഡിലേക്ക് വരുമ്പോൾ 1650 Ti ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 4GB ഗ്രാഫിക്സ് കാർഡാണ്. ഗെയിമിങ്ങിനും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് 1650 Ti എന്ന് പറയുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു പ്രൊസസറും ഈ ഒരു GPUവും കിട്ടുന്നത് വളരെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നി. 8GB ആണ് റാം വരുന്നത്. DDR4 റാം ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോറേജിലേക്ക് വരുമ്പോൾ ഒരു 512GB SSD ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇതിലൊരു അഡീഷണൽ SSD അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാര്യം 512GB എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഫിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോറേജിന്റെ ഇഷ്യൂ വരികയാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ SSD അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് കൂടി ഈ ഒരു ലാപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഇതിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ വളരെ നല്ല പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. ഈ ഒരു 60,000 റേഞ്ചിൽ വളരെ നല്ലൊരു പെർഫോമൻസ്, ഒരു ഡീസന്റ് പെർഫോമൻസ് ഈ ലാപ്ടോപ്പ് കാഴ്ചവെക്കുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ ഗെയിംസും ഫുൾ HD മീഡിയം സെറ്റിംഗ്സിൽ നമുക്ക് 60 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രൊസസറും അതുപോലെ തന്നെ ഒരു 4GB GPUവും കൊടുത്തിരിക്കുന്നത് കൊണ്ട് നല്ല ഒരു എഡിറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഈ ഒരു ലാപ്ടോപ്പിന് സാധിക്കുന്നുണ്ട്. ഈ ലാപ്ടോപ്പിന്റെ സിനിബെഞ്ച് സ്കോർ എന്ന് പറയുന്നത് 4405 ആണ്. ഈ ഒരു ബഡ്ജറ്റിലുള്ള ഒരു ലാപ്ടോപ്പിനെ അനുസരിച്ച് നോക്കുമ്പോൾ അതൊരു വലിയ സ്കോർ തന്നെയാണ്. ദെൻ ഇതിന്റെ കീബോർഡിലേക്ക് വരുമ്പോൾ ഒരു റെഡ് ബാക്ക്ലിറ്റ് ഉള്ള കീബോർഡ് ആണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ കളർ ആണ്, നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനൊന്നും സാധിക്കില്ല. ഒരു 3 സ്റ്റെപ്പ് കളർ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെന്റും ഈ കീബോർഡിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. കീബോർഡിന്റെ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ നല്ല ഫീൽ ആൻഡ് കംഫർട്ട് ഓഫർ ചെയ്യുന്ന ഒരു കീബോർഡ് തന്നെയാണ്. ഒരുപാട് നേരത്തെ യൂസിനൊന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു ഫീഡ്ബാക്ക് ഓഫർ ചെയ്യുന്ന ഒരു കീബോർഡ് തന്നെ എനിക്ക് ഇതിനെ വിളിക്കാൻ സാധിക്കുന്നുള്ളൂ. എനിക്കിതിന്റെ പോരായ്മയായിട്ട് ഫീൽ ചെയ്തത് ഇതിന്റെ ട്രാക്ക് പാഡ് ആണ്. അത്ര വലിയൊരു ട്രാക്ക് പാഡ് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഈ ഒരു ലാപ്ടോപ്പിന്റെ പോരായ്മ തന്നെയാണ്. വിൻഡോസ് ജസ്റ്റേഴ്സ് എല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ആ ഒരു ഫീൽ അത്ര നല്ലതല്ല. ഒരു സ്റ്റിക്കി നേച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഈ ട്രാക്ക് പാഡിൽ നമുക്ക് കിട്ടുന്നില്ല. ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണെന്നോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു നല്ല ഫീൽ ഓഫർ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുള്ളൂ. നിങ്ങൾ ഗെയിംസ് ഒക്കെ കളിക്കുന്നവരാണ് എങ്കിൽ ഒരു എക്സ്റ്റേണൽ മൗസ് വാങ്ങുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഒരിക്കലും ഈ ഒരു ട്രാക്ക് പാഡ്
യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഐഡിയലായിട്ട് ഗെയിം കളിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ നോർമൽ യൂസിന് ഈ ഒരു ട്രാക്ക് പാഡ് ധാരാളം. ഈ ട്രാക്ക് പാഡിലെ സ്വിച്ചുകളിലേക്ക് വരുമ്പോൾ ഒരു സോഫ്റ്റ് സ്വിച്ച് ആണ്, എങ്കിലും കുഴപ്പമില്ലാത്തൊരു ഫീഡ്ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൽ നന്നാക്കാമെന്ന് തോന്നിയത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വരുത്താമെന്ന് തോന്നിയത് ഇതിന്റെ ട്രാക്ക് പാഡിലാണ്. ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു വെബ് ക്യാം കൊടുത്തിട്ടുണ്ട്. നല്ല തിൻ ബെസൽസ് ആയിട്ട് കൂടി ഒരു വെബ് ക്യാം ഇന്റഗ്രേറ്റ് ചെയ്ത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ലാപ്ടോപ്പുകളിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന വെബ് ക്യാം തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഈ ലാപ്ടോപ്പിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ വെബ് ക്യാം നമുക്ക് എനേബിളും ഡിസേബിളും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കീബോർഡിലെ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്ത് നമുക്ക് വേണ്ടപ്പോൾ ഇത് എനേബിളും അതുപോലെ തന്നെ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രാക്ക് പാഡും നമുക്ക് എനേബിളും ഡിസേബിളും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്തും അതുപോലെ തന്നെ സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഈ ഒരു ട്രാക്ക് പാഡ് അനോയിങ് ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രാക്ക് പാഡ് ഡിസേബിൾ ചെയ്തിട്ട് ബാക്കി നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഈ ട്രാക്ക് പാഡും അതുപോലെ തന്നെ ക്യാമറയും ഡിസേബിൾ ചെയ്യുന്നതും എനേബിൾ ചെയ്യുന്നതും വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ MSIയുടെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആയ MSI ഡ്രാഗൺ സെന്റർ ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസർ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലാപ്പിന്റെ പെർഫോമൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലാപ്ടോപ്പിന്റെ ഹീറ്റിംഗ്, ഫാൻ സ്പീഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് റിയൽ ടൈം മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയറിന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാര്യം നമ്മുടെ PC സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നീട് ലാപ്ടോപ്പിന്റെ സ്പീക്കറിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്ലേസിംഗ് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അടിഭാഗത്തായിട്ടാണ് സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ലൗഡ്നെസ് ഒരല്പം കുറവാണ്. ലൗഡ്നെസ് കുറച്ച് കുറവാണെങ്കിൽ പോലും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഈ സ്പീക്കർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ലൗഡ് ആയിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഇൻറ്റൻസ് ആയിട്ട് ഗെയിം കളിക്കുന്നവരോ അല്ലെങ്കിൽ സിനിമയും വീഡിയോസും ഒക്കെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്റ്റേണൽ സ്പീക്കറോ അല്ലെങ്കിൽ ഹെഡ്ഫോൺസോ യൂസ് ചെയ്യുക. പിന്നീട് ഇതിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 51 വാട്ട് അവർ ആണ് ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 7 മണിക്കൂറാണ് ബാറ്ററി ബാക്കപ്പ് കമ്പനി ഓഫർ ചെയ്യുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ നമുക്കൊരു 4 തൊട്ട് 6 മണിക്കൂർ വരെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഗെയിംസ് ഒക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ഒരു നോർമൽ ആവറേജ് യൂസിൽ നമുക്ക് ഏകദേശം ഒരു 5-5.5 മണിക്കൂറോളം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇത്രയും പെർഫോമൻസ് ഉള്ള ഒരു ലാപ്ടോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു നല്ല ടൈം പീരീഡ് തന്നെയാണ്. 5-5.5 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ലാപ്ടോപ്പിന്റെ ഒരു ജനറൽ കാര്യങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് കുറച്ച് പോരായ്മകൾ ഈ ലാപ്ടോപ്പിൽ ഫീൽ ചെയ്തു. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേയുടെ കളർ ആക്യുറസിയാണ്. കുറച്ചുകൂടെ കളർ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാര്യം പെർഫോമൻസ് ടാർഗറ്റ് ചെയ്ത് ലാപ്പ് പർച്ചേസ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും വീഡിയോ എഡിറ്റേഴ്സിനും ഒക്കെ ഈ ഡിസ്പ്ലേ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തോന്നും. കാര്യം അവർ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വീഡിയോയുടെ കളർ എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണും. അപ്പോൾ കുറച്ചുകൂടെ നല്ല കളർ ആക്യുറസി ഉള്ള ഒരു മോണിറ്റർ പ്രൊവൈഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഒരിത്തിരി വലിയ നല്ല റെസ്പോൺസ് ഉള്ള ഈ സ്റ്റിക്കി നേച്ചർ ഇല്ലാത്ത ഒരു ട്രാക്ക് പാഡ് കൂടി പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാര്യം ഗെയിമിങ്ങിന് വേണ്ടി എടുക്കുന്ന ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഈ ഒരു ട്രാക്ക് പാഡ് യൂസ് ചെയ്ത് പലപ്പോഴും നമുക്ക് ഗെയിം ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ട്രാക്ക് പാഡ് പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. പിന്നീട് പറയാനുള്ളത് ഈ ലാപ്ടോപ്പിൽ നമുക്ക് അപ്ഗ്രേഡേഷൻസ് പോസിബിൾ ആണ്. നമുക്ക് റാം അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അഡീഷണൽ SSD അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് കൂടി ആഡ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലാപ്ടോപ്പിന്റെ ബാക്ക് സൈഡ് ആക്സസ് ചെയ്യണം. ഈ ഒരു ബാക്ക് പാനലിൻ്റെ അവിടെ ആയിട്ട് ഒരു സീല് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീല് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ എന്തെങ്കിലും അപ്ഗ്രേഡേഷൻസ് പോസിബിൾ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ ഈ സീല് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വാറണ്ടിയും കിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ വാറണ്ടി പീരീഡിൽ നമുക്ക് ഈ ലാപ്ടോപ്പിൽ അപ്ഗ്രേഡേഷൻസ് ഒന്നും പോസിബിൾ അല്ല. വാറണ്ടി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഇതിൽ എന്തെങ്കിലും അപ്ഗ്രേഡേഷൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി കിട്ടുകയില്ല. അതിന് പകരം ഈ റാമിന് വേണ്ടി ഒരു പ്രത്യേക കമ്പാർട്ട്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യായിരുന്നു. അതുകൂടി പരിഹരിച്ചാൽ കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ലാപ്ടോപ്പിനെ പറ്റി പറയാനുള്ളത്. ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തത്. ഞാൻ ഏകദേശം ഒരാഴ്ചയോളം ഈ ലാപ്പ് യൂസ് ചെയ്തു. എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി പർച്ചേസ് ചെയ്ത ലാപ്പാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ ശേഷം ഈ ലാപ്ടോപ്പിൻ്റെ ഒരു നല്ല പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. കുറച്ച് ഗെയിംസും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നും നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ കുറച്ച് നാളുകൾക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.